മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ് തന്റെ കുടുംബജീവിതം തകർത്തെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. തനിക്ക് വലിയ മാനനഷ്ടമുണ്ടായി. വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ പരാതിക്കാരിയെ വശീകരിച്ചെന്നും പരാതിക്കാരിയുടെ ഭർത്താവിന്റെ പരാതിയിൽ പറയുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഇപ്പോൾ പരാതിക്കാരിയുടെ ഭർത്താവാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കുരുക്കുമുറുകുകയാണോ? അമൃത, പരാതിക്കാരിയുടെ ഈ ഭർത്താവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ യുവാവും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ താനുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തവണ പോലും ഈ പ്രശ്നപരിഹാരത്തിനാണ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല. തൻ്റെ ഭാര്യയെ ഈ ലൈംഗിക താല്പര്യത്തോടു കൂടി വശീകരിച്ചു എന്നുള്ളതാണ്. അത്തരം കേസ് കൂടി BNSന്റെ 84 പ്രകാരമുള്ള കേസ് കൂടി എടുക്കണം. ഈ BNS 84 എന്ന് പറയുന്നത് വിവാഹിതയായ സ്ത്രീയെ വശീകരിക്കുക എന്നുള്ളതാണ്. ഈ വകുപ്പ് കൂടി ചുമത്തണമെന്നാണ് പറയുന്നത്. ഈ പരാതിയിൽ പ്രധാനമായി പറയുന്നത്, തിരുവനന്തപുരത്ത് ഈ ഭാര്യയും ഭർത്താവും ആയി തങ്ങൾ താമസിക്കുകയായിരുന്നു. ഈ പ്രണയ വിവാഹമായിരുന്നു തങ്ങളുടേത്. അതിനിടയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഭാര്യയെ സമീപിക്കുന്നത്. പിന്നീട് ഈ താൻ ഈ നാട്ടിലേക്ക് ഈ പാലക്കാട് ജില്ലയിലാണ് ഈ യുവാവിൻ്റെ വീട്. അങ്ങനെ ഈ പ്രായമായ അമ്മയും അച്ഛനും ഉള്ളത് കൊണ്ട് പലതവണ ഈ നാട്ടിലേക്ക് വരേണ്ടി വന്നു. ആ സമയത്ത് ഈ താൻ ഇല്ലാത്ത സമയത്ത് തൻ്റെ ഭാര്യയുമായി ഈ ഫ്ലാറ്റിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വഴിവിട്ട ബന്ധം സ്ഥാപിച്ചുവെന്നും ശാരീരിക ബന്ധം സ്ഥാപിച്ചുവെന്നും അതിൽ തനിക്ക് കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം ഗർഭിണിയായ ശേഷം ഗർഭചിത്രത്തിന് വേണ്ടി മരുന്ന് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ തനിക്ക് വലിയ മാനഹാനി ഉണ്ടായി, തൻ്റെ കുടുംബജീവിതം തകർത്തു, ഈ തൻ്റെ ഈ ചെറുപ്പക്കാരനായ തൻ്റെ ജീവിതം കൂടി തകർത്തു. അതുകൊണ്ട് BNS 84 പ്രകാരം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പ്രധാനമായും പറയുന്നത്.